ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസൊനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ടോ, അവർ വിഷമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ആരും ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വിഷമിക്കുന്നുണ്ടോ, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദ ഹാങ്ഡ് മാൻ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ്. ദ ചാരിയോട്ട് കാർഡ്, the magician card, knight of swords, page of cups, okay, two of pentacles, knight of pentacles, king of wands and 10 of wands. നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് ഓക്കെ 10 ഓഫ് സോഡ്സ്, 10 ഓഫ് വാൻസ്, അതോടൊപ്പം തന്നെ 10 ഓഫ് സോഡ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് ഫുൾ കാർഡാണ് പിന്നെ കിട്ടുന്നൊരു കാർഡ്. ലാസ്റ്റ് കാർഡ് നമുക്ക് 9 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡും കൂടെ ഒന്ന് നോക്കാം. മാസ്റ്റർ കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളുടെ പേഴ്സൺ വിഷമിക്കുന്നുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാൻ്റെ ഒരു എനർജിയാണ്. അപ്പം ഈ ഒരു ആദ്യ കാർഡ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു പോസ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്, സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് അവരുടെ ലൈഫിൻ്റെ. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം കാര്യങ്ങൾ പഴയതുപോലെ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പുറമെ അവർ സാധാരണ പോലെ ഒരു കാഷ്വലായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിക്കുന്നത് പോലെ തോന്നിയാലും ഉള്ളിൽ പല കാര്യങ്ങളും ശരിക്കും സ്റ്റോപ്പായി തന്നെ നിൽക്കുകയാണ്, സൈലൻ്റ് ആയി തന്നെ കിടക്കുകയാണ്. അപ്പം അവർ വീണ്ടും വീണ്ടും ആ ഒരു പഴയ ആ ഒരു കോൺവെർസേഷൻസും നിങ്ങൾ പറഞ്ഞ വാക്കുകളും നിങ്ങൾ നൽകിയ സ്നേഹവും കെയറും ഒക്കെ ഓർത്തെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ന് വേറൊരു രീതിയിലൊക്കെ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എന്നെ കൊണ്ട് ഒരു അതായത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ ആകാതെ മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു. ഞാനാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനുള്ളൊരു കാരണക്കാരൻ ഞാനാണ്. ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് മാറിയേനെ എന്നൊരു ചിന്ത പലതവണ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഉടനൊരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ശരിക്കും പശ്ചാത്താപം മനസ്സിലാക്കുന്ന ഒരു ഘട്ടം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതാണ് നമുക്കിവിടെ ഹാങ്ഡ് മാൻ എനർജി കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചാരിയോട്ടിൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ചാരിയോട്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നു. അവർ സ്വയം ശക്തനായി കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഞാൻ മുന്നോട്ടേക്ക് പോകും എന്ന രീതിയിൽ. എനിക്ക് ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് പോയി എങ്കിലും ഞാൻ ഓക്കെയാണ്, എൻ്റെ ലൈഫ് ഓക്കെയാണ്, എൻ്റെ ഫാമിലി ഓക്കെയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന രീതിയിൽ ഒരു മുഖംമൂടി അണിഞ്ഞിട്ട് ലോകത്തിന് മുന്നിൽ അവരിങ്ങനെ കാണിക്കുകയാണ്. എന്നാൽ ഉള്ളിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഈ ഒരു ചാരിയോട്ട് കാർഡ് പറയുന്നത് അവര് ഓടുന്നത് മുന്നോട്ടേക്കല്ല, അവർ ഓടുന്നത് സ്വന്തം ഫീലിങ്സുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതായത് അവരുടെ ലൈഫിൽ മുന്നോട്ടേക്ക് ഒരു സക്സസ് നേടാനോ അല്ലെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തല്ല മുന്നോട്ട് പോകുന്നത്. അവർക്കുള്ള കുറേ ഫീലിങ്സുകളുണ്ട്, ആ ഒരു ഫീലിങ്സുകൾ മറച്ചു വെച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം
നിങ്ങളെ അവര് ഓർക്കാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒത്തിരി ബിസി ആകുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ ജോലി കാര്യങ്ങളിൽ തിരക്കായിട്ട് ബിസി ആക്കി വെക്കുമ്പോൾ നിങ്ങളെ ഓർക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ അവർ മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഫോൺ വിളിക്കുകയും കാര്യങ്ങൾ ഇടപഴകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. യാത്ര പോവുകയും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ അങ്ങനെയൊക്കെ അവർ നോക്കുകയാണ്. എല്ലാം ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നോക്കുമ്പോഴും പുതിയ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് അതിലേക്ക് പോകാൻ പറ്റും എന്ന രീതിയിലാണ് അവർ നോക്കുന്നത്. പക്ഷെ എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ മാത്രമാണ് അവിടെ അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ മജീഷ്യൻ കാർഡാണ്. ഈ കാർഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം അവര് വീണ്ടും സാഹചര്യങ്ങളെ, അതായത് സിറ്റുവേഷൻസിനെ നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചിലർക്കിത് ഒരു മെസ്സേജ് ഒക്കെ അയക്കാനുള്ള ഒരു ആലോചനയായിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ. ചിലർക്ക് ഇത് ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക്, ചിലർ നേരിട്ട് സംസാരിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും അവർ ശരിയായ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ ഇനി എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള ഒരു ചിന്ത ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയവും അതേപോലെ തന്നെ അവർക്കുള്ളതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് സോൾസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില രാത്രികളിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അർജ് പോലെ അത്ര എമർജൻസി ആയിട്ട് അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നും, ഇപ്പൊ തന്നെ ആ വ്യക്തിയെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ എനിക്കൊരു വിഷമമാണ് എന്നൊക്കെ ഒരു തോന്നൽ വരികയും, പക്ഷെ തൊട്ടടുത്ത നിമിഷം ആ ഒരു ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം ഈ ഒരു കാര്യത്തിൽ നിന്ന് അവരെ തടയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മുന്നോട്ട് വരികയും വീണ്ടും പിന്മാറുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ നൈറ്റ് ഓഫ് സോൾസിന്റെ എനർജിയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വരുന്നത് പേജ് ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മനോഹരമായിട്ടുള്ള ഒരു കാർഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. കാരണം അവരുടെ ഉള്ളിൽ ഇന്നും ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക്. അത് ആ ഒരു സ്നേഹം എൻഡ് ആയിട്ടില്ല, അവസാനിച്ചിട്ടില്ല, അതിന് ഒരിക്കലും അവസാനിക്കുകയുമില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചെറിയ ഒരു ക്ഷമ ചോദിക്കലുണ്ട്, ആ ഒരു സോറി, നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഫീലിങ്സുകൾ ഇവർക്കുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് ധൈര്യം കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പേജ് ഓഫ് കപ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് 2 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ ശരിക്കും പറഞ്ഞ ഒരു കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വശത്ത് അവർക്ക് ശരിക്കും നിങ്ങളെ തിരികെ വേണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ ചെല്ലണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇനി സ്വീകരിക്കില്ല എന്നൊരു പേടിയുള്ള വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. മറ്റു ചിലർ നോക്കുകയാണെങ്കിൽ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ എല്ലാവരും കൂടി തടയുന്നു നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാനായിട്ട്. അപ്പം അപ്പൊ ഈ ഒരു രണ്ട് ചിന്തകളുടെ ഇടയിൽപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഈ രണ്ട് ചിന്തകൾക്കിടയിൽ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് അവർക്ക് തന്നെ കഴിയുന്നില്ല, അവരുടെ മനസ്സിന് തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒത്തിരി അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ്. അവര് കുറച്ചൊരു സ്ലോ ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് കുറച്ച് സമയം വേണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാർഡ് ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർ പെട്ടെന്നൊന്നും ചെയ്യില്ല, എന്നാൽ കൂടിയും ഒരിക്കൽ അവര് ഇനിയിപ്പോ ഇതിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചൊരു ഡിസിഷൻ എടുത്ത് അവരൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൽ നിന്ന് പിന്മാറില്ല. അപ്പം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഉണ്ടാകും, പക്ഷെ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം. അങ്ങനെ എടുത്ത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവര് പുറകേട്ട് പോകാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിങ് ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ് നെക്സ്റ്റ് വരുന്നത്. ഈ വ്യക്തിക്ക് ഒത്തിരി ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഒത്തിരി ആത്മാഭിമാനമുള്ള ഒരു പേഴ്സൺ ആണ്.
നിങ്ങളെ അവര് വളരെ ഒരു വിലമതിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കണ്ടിരുന്നു എങ്കിലും അത് തുറന്ന് പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ലൈഫിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവര് ആ ഒരു കാര്യങ്ങളൊന്നും അവര് മനസ്സിലാക്കിയിരുന്നില്ല. ഇതൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇവര് പോയാൽ വേറെ ആരെങ്കിലും വന്നാലും ഓക്കെ, അല്ലെങ്കിൽ ഇവരില്ലെങ്കിലും ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ ഇവരുണ്ടെങ്കിലും ഇല്ലേലല്ല എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണം. ചിലപ്പോ ഇവരായിട്ട് തന്നെ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ളതായിരിക്കാം. അതിനുശേഷം ഇവരായിട്ട് തന്നെ നിങ്ങളെ വിട്ടിട്ടും പോയിട്ടുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊരു പേഴ്സൺ ആണെങ്കിൽ കൂടി ഈ ഒരു പേഴ്സണ് അതിൻ്റെതൊരു കുറ്റബോധമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പൊ ഇപ്പം അവര് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ പോലെ ഒരാളെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ വിഷമം വർദ്ധിപ്പിക്കുന്നത്. കാരണം അവരുടെ കൂടെയുള്ള വ്യക്തികളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ നല്ലതാണ്. ഈ അതായത് നിങ്ങളും അവരും ഒക്കെ സെയിം ആണ് എന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെയും അളന്നിരുന്നത്. അല്ലെങ്കിൽ അവരുടെ കൂടെ ഇപ്പോ അവരുടെ സിറ്റുവേഷനിൽ അവരുടെ കൂടെയുള്ള ആ പേഴ്സൺസ് കുറച്ചും കൂടി നിങ്ങളെക്കാൾ മെച്ചമുള്ള ആളുകളാണ് എന്ന് വരെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കുകയാണ്, അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും നിങ്ങളുടെ അത്രയും അല്ലെങ്കിൽ നിങ്ങളെ പോലെ ആകാനായിട്ട് സാധിക്കുന്നില്ല, അതിന്റെ അരികത്ത് പോലും എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കണം. അപ്പം നിങ്ങളെപ്പോലെ ഒരാളെ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അത് അവർക്ക് കൂടുതൽ വിഷമം നൽകുന്നുണ്ട്. അതായത് എൻ്റെ കയ്യിലിരുന്ന ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് അതുവരെ അതിന് അത്രയും വാല്യൂ ഇല്ലെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വളരെ ഒരു വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. അതിന്റെ ആബ്സെൻസ്, ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു കാർഡ് വളരെ വ്യക്തമായൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അവരിപ്പോ ശരിക്കും ഒരു ഇമോഷണൽ ബേർഡൻ ചുമന്നുകൊണ്ട് പോവുകയാണ്. പുറമേയൊക്കെ അവർ ചിരിക്കുന്നുണ്ടാകാം, സന്തോഷിക്കുന്നുണ്ടാകാം, പിക്നിക്ക് പോകുന്നുണ്ട്, യാത്ര പോകുന്നുണ്ട്, മൂവീസ് കാണാൻ പോകുന്നുണ്ട്, അങ്ങനെ അതിന്റെ പിക്കും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നൊക്കെ ഉണ്ടാകാം. അപ്പം പക്ഷെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളെ നഷ്ടപ്പെടുത്തിയ ആ ഒരു വേദനയും കുറ്റബോധവും ചേർന്ന് വലിയൊരു ഭാരം പോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു 10 ഓഫ് വാൻഡ്സ് ഇത് വളരെ ഒരു വിഷമം പിടിച്ചൊരു കാർഡാണ്. ഒത്തിരി സങ്കടപ്പെടുന്ന, നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ്. പിന്നെ നമുക്ക് 10 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 10 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാർഡ് പലർക്കും ഒരു പലരെയും പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു കാർഡാണ്. പക്ഷെ ഇവിടെ ഇത് പറയുന്നത് റിലേഷൻഷിപ്പ് അവസാനിച്ചതിന്റെ വേദന അവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ നിങ്ങൾ ഈ പേഴ്സണ് ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ച സെപ്പറേഷനിൽ പോയതാണെങ്കിലും, അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്ത് പോയതാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ പോയതിനു ശേഷം നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സൺ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ചെന്ന സ്ഥലത്ത് വളരെ ഹാപ്പിയാണ്. കാരണം അവരുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന പോലത്തെ ഉള്ള ഒരു ഫേസും കാര്യങ്ങളും ആറ്റിറ്റ്യൂഡും ആക്ടിവിറ്റീസും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്ര ഡെപ്ത് ആയിട്ട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് വലിയ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരുന്നെങ്കിൽ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചതിന്റെ ആ ഒരു വേദന നിങ്ങളെക്കാൾ കൂടുതൽ അവർക്കുണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു പേഴ്സൺ അത് പുറത്ത് കാണിക്കാത്ത, ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല അഭിമാനമുള്ള ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷെ രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കാകുമ്പോൾ അവർക്ക് ഈ ഒരു വേർപിരിയൽ അവരെ വളരെ മനസ്സിനെ വളരെ അധികം തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് കാർഡ് ഫുൾ കാർഡാണ്. ഈ ഒരു ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിന്റെ സാധ്യത ഇപ്പോഴും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, അവിടെ ഒരു പുതിയ തുടക്കം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ അവര് പുതിയൊരു സമീപനത്തോടെ, അല്ലെങ്കിൽ കുറെ മാറ്റം വന്ന ഒരു വ്യക്തിയായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പഴയ തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഫുൾ കാർഡ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വരുന്ന കാർഡ് 9 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് ഏറ്റവും ശക്തമായ ഇമോഷൻ പറഞ്ഞു തരുന്ന ഒരു കാർഡാണ്. അതായത് ഇവർക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഉറങ്ങാതെ ഒരു വ്യക്തി രാത്രിയിൽ ഇരുട്ടത്ത് എഴുന്നേറ്റിരുന്ന് കരയുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു പഴയ പാസ്റ്റിലെ ഓർമ്മകൾ അവർക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോകളൊക്കെ എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ചാറ്റുകൾ നോക്കുക,
കമ്മ്യൂണിക്കേഷനൊക്കെ ഇങ്ങനെ ഓർത്ത് അതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന ഇതെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം അവരോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ശരിക്കും വലിയൊരു തെറ്റാണോ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അവരിനി എന്നെ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ലേ, എന്നെ ഇഷ്ടമല്ലേ അവർക്ക്, അവരെന്നെ വെറുത്തോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണ്. അപ്പം അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണെ വെറുത്തോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വിഷമത്തിൽ നിന്നുണ്ടാകുന്ന ആൻസൈറ്റി അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, അലട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ്, മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാർഡാണ്. ഇതാണ് അവസാനത്തെ കാർഡ്. ശരിക്കും ഇവിടെ വിധിയുടെ ചക്രമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും യൂണിവേഴ്സ് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാർഡ് പറയുന്നത്. അവസാനിപ്പിക്കാനായിട്ട് യൂണിവേഴ്സ് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും ടൈമിങ് വളരെ ഒരു പ്രധാനമാണ്. അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്, കുറേ എക്സ്പീരിയൻസുകൾ, അതെല്ലാം പൂർത്തിയാകുമ്പോൾ വിധി വീണ്ടും നിങ്ങളെ ഒരുമിപ്പിക്കാൻ അവസരം നൽകും എന്നുള്ളത് തന്നെ. പക്ഷെ അത് നിങ്ങളുടെ ഒരു സ്വതന്ത്ര തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. അതായത് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ, ഓരോരുത്തർക്കും വ്യത്യസ്തമായ സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പൊ നിങ്ങളോട് ഈ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറിയിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയാവുന്നത്. അപ്പൊ ചിലരെയൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കും. അങ്ങനെ ഒത്തിരി സ്നേഹിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തടത്തോളം അറ്റാച്ച്മെന്റിലേക്ക് വരും. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ഹേർട്ട് ചെയ്യും. അങ്ങനെ ഹേർട്ട് ചെയ്ത് നമ്മൾ സ്നേഹിച്ച് അവസാനം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഈ ഒരു പേഴ്സൺ ഓപ്പോസിറ്റ് നിന്നുള്ള ആ ഒരു പോയിന്റിലെത്തുമ്പോൾ അങ്ങനെ ആകും. കാരണം അവർ നമ്മളെ അവോയ്ഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് അവരെ കാണുന്നത് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക്, മനുഷ്യന്റെ മനസ്സല്ലേ, അപ്പൊ അവർക്ക് വീണ്ടും അതിലേക്ക് തിരിച്ചു. പക്ഷെ ആ ഒരു പേഴ്സണോട് ഇഷ്ടം ഉണ്ടായിരിക്കും, ആ ഒരു പേഴ്സണെ ഇപ്പോഴും സ്റ്റിൽ അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സണോട് കൂടെ ആയിരിക്കാനോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളൊക്കെ അവർ സെലിബ്രേറ്റ് ചെയ്ത ആ ഒരു സമയങ്ങളൊക്കെ ഇപ്പോഴും അവർക്ക് സന്തോഷം നൽകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇത്തരം ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു അവഗണിച്ച് പോയതിനു ശേഷം വീണ്ടും ആ ഒരു പേഴ്സൺ തിരികെ വരുമ്പോൾ ആ ഒരു പോയിന്റിനപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ സ്വതന്ത്ര തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഈ ഒരു റീയൂണിയൻ ഉണ്ടാവുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നടക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അതനുസരിച്ച് തന്നെ ഇത് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സ് ആയിട്ട് നമ്മളോട് പറയാതെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡിസിഷൻ എടുക്കണം. നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സ്പിരിച്വൽ മെസ്സേജ് നോക്കിക്കഴിയുമ്പോൾ ഈ റീഡിങ് മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ വിഷമിക്കുന്ന ഒരു എനർജി വളരെ ശക്തമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അതായിരുന്നല്ലോ നമ്മളിവിടെ നോക്കിയ ടോപ്പിക് അതാണെന്നല്ലോ. പക്ഷെ അത് എല്ലായ്പ്പോഴും അവർ എല്ലായ്പ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്ത് കാണിക്കുന്നില്ല. അവർ ഒറ്റയ്ക്കാവുമ്പോൾ രാത്രി സമയങ്ങളൊക്കെ മാത്രമാണ് ഇത് പുറത്തു വരുന്നുള്ളവർക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും. ചിലര് ഒരു സൈലൻസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സൈലന്റ് ആയിട്ട് തന്നെ അങ്ങ് പോയേക്കാം എന്ന രീതിയിൽ. മറ്റു ചിലരാണെങ്കിൽ കുറച്ചൊരു ഈഗോയൊക്കെ കാണിച്ച് ആ ഒരു രീതിയിൽ പോകുന്നു. അപ്പം വേറെ കുറെ ആൾക്കാരാണെങ്കിൽ അവർ ഭയങ്കര ബിസി ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറേ സമയം എടുത്ത് വൈകി തിരികെ വരാനുള്ള ഒരു പ്ലാനാണ് അവർക്ക്. എന്നാൽ ഇങ്ങനെയുള്ള രീതിയിൽ ഇവർ പോകുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ വില അവരിന്ന് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതം അവരുടെ തീരുമാനത്തിൽ മാത്രം നിർത്തരുത്. അല്ലെങ്കിൽ അവരൊരു കേസ് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, എനിക്കെല്ലാം ഓക്കെയാണ്, എൻ്റെ ലൈഫ് വീണ്ടും തിരികെ പിടിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് എൻ്റെ കരിയർ ശ്രദ്ധിക്കാൻ പറ്റും, എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം, ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിൽ. ഇനിയിപ്പോൾ അവർ നോയാണ് പറയുന്നതെങ്കിൽ ഞാൻ മൊത്തം ഡൗൺ ആയി, എനിക്ക് ഒന്നിനും വയ്യ, മടുത്ത് ഫെഡപ്പായ ലൈഫ് ഒന്ന് തീർന്നാൽ മതി, ആ ഒരു രീതിയിൽ ചിന്തിക്കരുത്. അപ്പം നിങ്ങളുടെ ജീവിതം അവരുടെ തീരുമാനത്തിന് മാത്രം ആശ്രയിച്ച് നിൽക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഹീലിങ്സ് നിങ്ങൾ തുടരുക. ഇപ്പൊ നിങ്ങളൊരു ബ്രേക്കപ്പിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിലല്ല എങ്കിൽ, അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊരു ഹീലിങ്സിൽ, ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കാനായിട്ട് അവസരം കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഹീലിംഗിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അത് ഈ ഒരു ഹീലിംഗിന്റെ ടൈമിൽ നിങ്ങൾക്ക് വരും എന്നുള്ളത് തന്നെയാണ്
ശരിയായ ആളുകളും ശരിയായ അവസരവും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഫ്ലോ പോലെ കടന്നു വരും. അപ്പൊ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്ക് വിഷമമുണ്ടോ എന്ന ചോദ്യത്തെക്കാൾ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് അത് മാറും. ഇപ്പോൾ ആ ഒരു ചോദ്യമാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. അതാണ്, നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ടോ, അത് നിങ്ങൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. സ്പിരിച്വൽ പാത്ത് യൂസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 37, 1997, lots of friends, beautiful eyes, number N, letter N, മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവളിലെ മറുകളിലെ വ്യക്തികളാണ് ചാൻസസിന്. നമ്പർ 23, സെപ്റ്റംബർ മന്ത്, നെക്സ്റ്റ് മന്ത്, ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 2, 1996, നമ്പർ 30, കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്. നമ്പർ 42, 1983, 1989, ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോടെ ക്രേസ് ഉള്ള വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈവർ, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 28, ലെറ്റർ എച്ച്, ബ്രൗൺ കളർ, വൈറ്റ് ബട്ടർഫ്ലൈസ്, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ, ഗോൾഡൻ കളർ, പർപ്പിൾ കളർ, എറണാകുളം ജില്ല, ബ്ലാക്ക് കളർ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. ഐസ്ക്രീം ലവർ, ലെറ്റർ എൽ. നമ്പർ 24, അക്കൗണ്ടന്റ്, 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 1979 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.